ദൈവത്തിന്റെ കൂടെ സഞ്ചരിച്ച ഒരു വ്യക്തിയുടെ കഥ പറഞ്ഞുതരാം. നിങ്ങളുടെ ജീവിതത്തിൽ തീർച്ചയായിട്ടും ഉപകാരപ്പെടും. ഹായ് ഹലോ, ഐ എം ജുനൈസ്. ഐ എം എൻ ഇന്റർനാഷണൽ മൈൻഡ് പവർ ട്രെയിനർ ആൻഡ് ഹിപ്നോട്ടിസ്റ്റ്. നമ്മളെ യൂട്യൂബ് ചാനലിലൂടെ ഡിസ്കസ് ചെയ്യാറുള്ളത് നമ്മളെ മെന്റൽ ഗ്രോത്തും ഫിസിക്കൽ ഗ്രോത്തും സ്പിരിച്വൽ ഗ്രോത്തുമാണ്. ഇത് മൂന്നും നിങ്ങൾക്ക് ഇൻട്രസ്റ്റ് ഉള്ള ആളാണെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യാം, നിങ്ങൾക്ക് നമ്മളെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാവുന്നതാണ്. അങ്ങനെയാണെങ്കിൽ ഡയറക്റ്റ്ലി നമ്മളെ വീഡിയോയിലേക്ക് പോവാം. ദൈവത്തിന്റെ കൂടെ സഞ്ചരിച്ചിട്ടുള്ള ഒരു വ്യക്തിയുടെ കഥ. ഈ കഥ ഞാൻ വായിക്കുന്നത് ഒരു ഹോസ്പിറ്റലിൽ പോയ സമയത്താണ്. ഹോസ്പിറ്റലിൽ കാഷ്വാലിറ്റിയുടെ മുന്നിലായിട്ട് ഈ കഥ ഇങ്ങനെ സ്റ്റിക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട്, ദൈവത്തിന്റെ കൂടെ സഞ്ചരിച്ച വ്യക്തി. കഥ വരുന്നത് ഒരു കടൽ തീരത്തു കൂടി ദൈവവും അതുപോലെ തന്നെ ഒരു വ്യക്തിയും കൂടി ഇങ്ങനെ നടക്കുകയാണ്. ഒരുപാട് ദൂരം സഞ്ചരിച്ച ശേഷം ആ വ്യക്തി തിരിഞ്ഞു നോക്കുന്ന സമയത്ത് കടൽ തീരത്ത് കുറഞ്ഞ സ്ഥലങ്ങളിൽ എന്തില്ല, കാലടയാളം ഒന്ന് മാത്രമേ കാണുന്നുള്ളൂ. കുറഞ്ഞ സ്ഥലത്ത് 2 കാലടയാളുണ്ട്. എന്നാൽ ആൾ ഒന്നുകൂടി അതിനെ വീക്ഷിക്കുന്ന സമയത്ത്, നിരീക്ഷിക്കുന്ന സമയത്ത് മനസ്സിലാക്കാൻ പറ്റുന്നത് ഈ ഒരു കാലടയാളം മാത്രമുള്ള സ്ഥലത്ത് എന്താണ്, ആ വ്യക്തി തനിച്ചാണ്. 2 കാലടയാളമുള്ള സ്ഥലത്ത് അദ്ദേഹത്തിന്റെ കൂടെ ദൈവം ഉണ്ടായിരുന്നു. മാത്രമല്ല, ഒരു കാലടയാളമുള്ള ഓരോ സ്ഥലങ്ങളും ആ വ്യക്തിക്ക് ജീവിതത്തിൽ ഒരുപാട് പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളും ഒക്കെ ഉണ്ടായിട്ടുള്ള സമയമായിരുന്നു. ആ സമയത്തെല്ലാം എന്താണ്, വ്യക്തിയുടെ കാലടയാളം മാത്രമേ കാണാൻ പറ്റിയിട്ടുണ്ടായിരുന്നുള്ളൂ. ആ വ്യക്തി വളരെ ദേഷ്യത്തോടു കൂടിയും അതുപോലെ തന്നെ വളരെ സങ്കടത്തോടു കൂടിയും ദൈവത്തോട് ചോദിക്കുകയാണ്, ദൈവമേ, നീ എന്ത് പണിയാ കാണിച്ചത്? നീ എൻ്റെ കൂടെ നടക്കുന്ന സമയത്ത്, എൻ്റെ എളുപ്പമുള്ള സമയത്തെല്ലാം എൻ്റെ കൂടെ ഉണ്ട്, എന്നാൽ എൻ്റെ ലൈഫിൽ ഒരു ബുദ്ധിമുട്ട് വന്ന സമയത്ത് നീ എൻ്റെ കൂടെ അല്ലല്ലോ, എനിക്ക് നിന്റെ കാലടയാളം അവിടെ കാണാൻ പറ്റിയിട്ടില്ലല്ലോ എന്ന് ചോദിക്കുകയാണ്. ഈ സമയത്ത് ദൈവം പറയാണ്, നിന്റെ ജീവിതത്തിൽ എളുപ്പമുള്ള സമയത്തെല്ലാം ഞാൻ നിന്റെ കൂടെ ഉണ്ടായിരുന്നു, എന്നാൽ നിനക്ക് ജീവിതത്തിൽ ഒരു ബുദ്ധിമുട്ട് വന്ന സമയത്ത് ഞാൻ നിന്റെ കൂടെ അല്ലായിരുന്നു, ഞാൻ നിന്റെ ഉള്ളിലായിരുന്നു. അതുകൊണ്ടാണ് അവിടെ ഒരു കാലടയാളം മാത്രം കാണാൻ പറ്റിയിട്ടുള്ളത്. ഈ കഥയിലൂടെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത്, നമ്മളെ ജീവിതത്തിലെ ഓരോ പ്രയാസഘട്ടങ്ങളിലും ദൈവം നമ്മളെ കൂടെ എന്നതിലുപരി നമ്മളുടെ ഉള്ളിൽ തന്നെ ഉണ്ട് എന്നുള്ളതാണ്. നമുക്കുള്ളിലെ ആ ദൈവിക ശക്തി, നമുക്കുള്ളിലെ ആ ദൈവിക ചിന്തകൾ ഉണർത്താൻ വേണ്ടിയിട്ട് നമുക്ക് പറ്റട്ടെ എന്നുള്ളതാണ് ഇന്നത്തെ വീഡിയോയിൽ നമുക്ക് ഡിസ്കസ് ചെയ്യാനുള്ളത്. നെക്സ്റ്റ് ഒരു വീഡിയോയിൽ നെക്സ്റ്റ് ഒരു ടോപ്പിക്കുമായിട്ട് നമുക്ക് കാണാം. താങ്ക്